മോളെ മാറ്റിയോ? ആ അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എന്തിനാ അമ്മ എന്നെ കൊണ്ട് ഇങ്ങനെ വേഷം കെട്ടിക്കുന്നേ? ഞാൻ പറഞ്ഞല്ല എനിക്ക് പഠിക്കണമെന്ന്. ഇപ്പോഴേ ഇതിന്റെ ഒന്നും ആവശ്യമില്ലേനു. ആ വാ. മോളെ വിളിക്കരുതോ? കാണാത്ത എന്താ? വിളിക്കൂ. എല്ലാം ഉറപ്പിക്കുന്നത് സ്ത്രീധനത്തിന്റെ പടം കേട്ടോ. നീ നങ്ങാണ്ടിക്കല്ല ഞാൻ പറയാം. പിന്നീണ്ടല്ലോ അമ്മ സ്വർണ്ണത്തിന്റെ മാത്രം പറയില്ല, കാറിനെ കൊണ്ട് പറ. BMW. അടെ ഇതൊന്നാടെ ഇവര് വലിയ പോരാന്ന് തോന്നുന്നു കേട്ടാ. എനിക്ക് തോന്നുന്നില്ല നിനക്ക് കാറും ഇതെല്ലാം കിട്ടുമെന്നു. മോളെ മോനെ പെണ്ണിനോട് എന്തെങ്കിലും സംസാരിക്കാറാ? അതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ നമുക്ക് കല്യാണം കഴിഞ്ഞ് സംസാരിക്കാമല്ലോ അല്ലേ? സംസാരിക്കാൻ നിൽക്കൊന്നും വേണ്ട കേട്ടോ. എന്തെങ്കിലും പറഞ്ഞു ഒപ്പിക്കുക. വേഗം പോവാ, എനിക്കിവിടെ കുറെ സമയം നിൽക്കാനാവുന്നില്ല. പോവാ മോനെ അത് സാരമില്ല, ഇതൊരു നാട്ടു നടപ്പല്ലേ, എന്ന് സംസാരിക്കേ. അതിന്റെ ആവശ്യമില്ല. നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് അതല്ലേ നല്ലത്. ഓക്കെ, എന്നാ ഞങ്ങളുടെ അങ്ങ് ഇറങ്ങട്ടെ അമ്മേ. കാണാനെല്ലാം കൊള്ളാടെ, പക്ഷെങ്കിലില്ല ഒരു വകക്ക് കൊള്ളൂലെന്ന് തോന്നുന്നു. കാലിലും കഴുത്തിലൊന്നും വലിയൊന്നും കാണുന്നില്ല. നീടെ ഞെളിഞ്ഞിരിക്കണോട്ടാ. എന്റെ അമ്മയെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ സ്വർണ്ണോ എല്ലാം ഇവിടെ എത്തുന്നല്ലേ. എന്റെ ഫ്രണ്ട്സ് എല്ലാം ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്റെ കാറിൽ എവിടെപ്പോയിന്ന്. ഇനി എന്റെ ജീവിതം ഇല്ല, ഭയങ്കര കഷ്ടമായിരിക്കും കേട്ടോ. ഓ തമ്പുരാട്ടി എന്തെങ്കിലും ഫോണിൽ കുത്തുന്ന ആരോടാ ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നത്? ആദ്യം എന്റെ സ്വർണ്ണോ കാറും ഇവിടെ എത്തിക്ക്, എന്നിട്ട് നീ ചാറ്റ് ചെയ്താൽ മതി കേട്ടാ. ഈ ഷർട്ട് നീ അല്ലേ എന്തായാലും അലക്കിയ? നോക്കിയാട്ടെ, കല്ലുമ്മൽ അലക്കിയ ഈ ഷർട്ടിന്റെ കോലം ഇത് ഇങ്ങനെയായിരുന്നോ? ഈ ഷർട്ട് മര്യാദക്ക് അലക്കാൻ അറിയില്ലെങ്കിലല്ലേ നീ ഇവിടെ കീഴ് പോടിന്റെ വീട്ടിലേക്ക്. എനിക്കൊരു തിരക്കില്ല. പിന്നെ ഒരു കാര്യം ഉണ്ടല്ലോ, പറഞ്ഞ സ്ത്രീധനോ കാറും ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ നിന്റെ കാര്യമില്ല. എനിക്ക് വിചാരിക്കുന്ന പോലെ കേട്ടടി. ഹലോ ഹലോ മോളെ. അമ്മ അമ്മ ആ മോളെ പറ, ഇതെന്ന് ഇപ്പം വിളിക്കുന്നേ? അമ്മ എനിക്കിവിടെ പറ്റുന്നില്ല അമ്മ. അയാൾ എന്നെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ട് അമ്മ, സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞിട്ട്. മോളെ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നീ ഇങ്ങ് വന്നോ. അമ്മ ഞാനങ്ങ് വരും അമ്മ, എനിക്കിവിടെ പറ്റുന്നില്ല. ഇനിയും ഞാനിവിടെ നിന്നാ ചിലപ്പോ. മോളെ നീ എന്തൊക്കെയാ പറയുന്നത്? നമുക്ക് വെറുതെ ടെൻഷൻ ആക്കല്ല. അച്ഛനും അമ്മയും ഉള്ളിടത്തോളം കാലം നീ എങ്ങനെ ഒറ്റക്കാവുക? നീ ഇങ്ങ് വീട്ടിലേക്ക് വന്നോ. ഇനി എന്ത് പ്രശ്നം വന്നാലും നമ്മൾ നിന്റെ കൂടെ ഉണ്ടാവും. നീ വേണ്ടാത്തൊന്നും ചിന്തിക്കല്ല. മോളെ നീ ഇങ്ങനെ കരയാതെ നീ വേഗം തന്നെ വീട്ടിലേക്ക് വാ. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഇന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, അച്ഛനും അമ്മയും ഇല്ലേ നിന്റെ കൂടെ? ശരി അമ്മ, ഇനി എനിക്കൊക്കെ കുഴപ്പമില്ല. ഈ ഒരു ഉറപ്പ് മതി എനിക്ക്. ശരി അമ്മ, വിളിക്കാം. പക്ഷെ അയാൾക്കിട്ടൊരു പണി കൊടുത്തിട്ട് ഞാൻ ഇവിടെ എന്തായാലും പോവും. എനിക്ക് കയ്യല്ല, അത്രയാണ്. ഞാൻ ഈ പറഞ്ഞാൽ എനിക്ക് കയ്യില്ല എന്നാ. എനിക്ക് പിന്നെ വേറെ നല്ല പണി. നീ എന്റെ കൈ പിടിച്ചേക്കണം അയലടി. എന്റെ മേല് കൈ ഓങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കൈ ഉണ്ടാവില്ല. നാളെ ഈ സമയത്ത് ഉണ്ടല്ലോ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലുണ്ടാവും, അമ്മയും മോനും കേട്ടാ. നിങ്ങളെന്താ വിചാരിച്ച് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ പണ്ടത്തെ പോലെ ഇട്ട് വട്ടം ചുറ്റാന്നാ? സ്ത്രീധനത്തിന്റെ പേരിൽ അന്നായിട്ട് ഇത്ര കാലം നിങ്ങൾ പീഡിപ്പിച്ചല്ലേ, അതിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് പോയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയത്തിനുള്ളിൽ പോലീസ് ഇവിടെ എത്തും. ല്ലോ ഡിവോഴ്സ് നോട്ടീസ് ഉണ്ടല്ലോ, ഒരാഴ്ച കൊണ്ട് ഇവിടെ എത്തിക്കോളും. അതിനുള്ളതെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ താലി ഇതിപ്പോ തന്നെ ഞാൻ ഇവിടെ ഇങ്ങ് തരാം കേട്ടോ. നിങ്ങളൊന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെ എല്ലാം കേട്ട് ഭരിച്ചു നിൽക്കുന്ന അമ്മയും മോന്റെ വിചാരമായിരിക്കും അല്ലേ. അതിൽ എന്നെ കൂട്ടണ്ട കേട്ടോ. എനിക്ക് എന്റെ അച്ഛനും അമ്മയുണ്ട്. എപ്പോ ചെന്നാലും എന്നെ സ്വീകരിക്കാൻ എന്റെ അച്ഛനും അമ്മ എന്റെ കൂടെ ഉണ്ട്. അതെനിക്ക് മതി. പിന്നെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടിക്കില്ലേ, ഏത് സ്ത്രീകൾക്കായാലും കല്യാണം കഴിച്ചാലും സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുന്ന നിയമമൊന്നുമില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് കാണിച്ചു തരാം. പിന്നെ ഞാൻ നല്ലോണം പഠിച്ചിട്ടുണ്ട്, അതിന് കണക്കായ ജോലി എനിക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ എനിക്ക് തോന്നും കല്യാണം കഴിക്കണോ വേണ്ടിയോ. അന്നേരം നല്ല ആണത്തുള്ള ഒരുത്തനെ ഞാൻ തന്നെ കഴിക്കും കേട്ടോ. ഓണം പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോ കഴുത്തിൽ കാര്യം കുറച്ചുണ്ടായിരുന്നു. അതിവിടെ വേണ്ടപ്പെട്ട ആളെ കയ്യിലുണ്ട്, അത് വാങ്ങി വെച്ചേട്ടാ മോനെ. എന്നിട്ട് ഒരു ഡബയിലാക്കിട്ട് ഇവിടെ വെച്ച ഞാൻ വല്ല എടുത്തോളാം കേട്ടാ. അതിലെ കോടതി കാണേണ്ടി വരും, അതിന്റെ എല്ലാം തെളിവുണ്ട് എന്റെ കയ്യിൽ. ഓക്കെ.